അങ്ങനെ രാവിലെ ഞാൻ മുടി മുറിക്കാൻ വേണ്ടി വന്നിട്ടാണ്. അന്നേരമാണ് അഖിൽ സ്റ്റീഫനെ മേൽമുരി കൂടി ഉള്ളത് കാണുന്നത്. എന്താ പറയാനുള്ള എന്റെ യൂട്യൂബ് ചാനലാണ്. ഒരു ഹായ് മാത്രം ഗൈസ്. അങ്ങനെ ഇനി ഹെയർ കട്ട് ചെയ്യണം. മുടിയെല്ലാം വല്ലാണ്ട് വളർന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ആരാണ് ജനീഷ്. അപ്പം മൂപ്പരാണ് നമ്മളെ ഹെയർ കട്ടെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഗൈസ്. നമ്മളിപ്പോ പേരാവൂര് ഫെഡറൽ ബാങ്കിന്റെ CDM-ലേക്ക് പോവാണ്. ഒരു ക്യാഷ് അക്കൗണ്ടിലേക്ക് ഇടാണ്ട് ഗൈസ്. AFC വന്നിട്ടുള്ള ഗൈസ്. ഇത് സൽമാൻ, അത് ജസീലെ കാർഡ് കൊണ്ടോ? ആ എടാ ജസീലെ സൽമാനെ കാർഡ് കൊണ്ടേ. എനിക്കൊരു പൈസ CDM-ൽ ഇടാണ്ടോ ഗൈസ്. ഇതാണ് നമ്മളെ പേരാവൂരിലെ AFC ഗൈസ്. കറക്റ്റ് ലൊക്കേഷൻ ബംഗ്ലക്കുന്നാണ്. ഞാൻ ഇന്ന് വന്നത് എൻഡോർക്ക് എടുത്തിട്ടാണ്. ഇത് നമ്മളെ ഡെലിവറി ബോയ് മനു. കാർഡ് ഈ കാർഡ് സൽമാനെ ഞാൻ പോട്ടെ ഗൈസ്. ഇവൻ വെറും പൂശിയാട്ടോ. കാരണം ഇവന്റെ ഫേസ് എടുക്കാൻ പറ്റൂല. ഇവൻ ആരാ നീ വെച്ചിങ്ങനെ. അതിനോടൊരു കാര്യം പറയട്ടെ, ഒരു ദിവസം നീ ഇല്ല എന്റെ ബ്ലോഗിൽ വരാൻ വേണ്ടിയിട്ടില്ലേ ആഗ്രഹിക്കും. ആ ഒരു സിറ്റുവേഷൻ ഞാൻ സെറ്റാക്കി എടുക്കും ബ്രോ. ആന്ന് അല്ലേ മനു? വരുന്ന നീ അത് കേട്ടെ. അന്ന് ഈ വീഡിയോ ഞാൻ ട്രോളാക്കിയിട്ട് ഞാൻ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യും. ഇതെന്റെ വാശിയാണ്. ഞാൻ അങ്ങനെ വന്നാൽ നേരിട്ട് അപ്ലോഡ് ചെയ്തു. ഞാൻ എന്റെ അടുത്ത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നീ അപ്ലോഡ് ചെയ്തു ബ്രോ. ഐ ലൈക്ക് ദ കോൺഫിഡൻസ് ബ്രോ. ഞാൻ പോട്ടെ, ഞാൻ പോയിട്ട് കുറച്ച് ഫണ്ട് CDM-ൽ ഇട്ടിട്ട് കാർഡ് കൊണ്ടുതരാം. എനിക്ക് എന്താ പറഞ്ഞ പെരുന്നാക്കെടുത്ത ഫോട്ടോ അല്ലേ? ലോട്ടെ അയച്ചു അയച്ചറാ. അങ്ങനെ പേരാവൂർ ഫെഡറൽ ബാങ്കിന്റെ CDM-ൽ വന്നിട്ടല്ലേ ഗൈസ്. ഇത് KK പാലസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ആണ്. ഇവിടെയാണ് ഫെഡറൽ ബാങ്കിന്റെ CDM ATM വരുന്നത്. തൊട്ട് ബാക്കിൽ തന്നെയാണ് ATM ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ആരോ ഫണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മൂപ്പര് ഇറങ്ങിയിട്ട് വേണം നമുക്ക് നമ്മളെ ഫണ്ട് ഇടാൻ. ഓക്കെ, ക്യാഷ് കിട്ടി. 20,000 രൂപയുണ്ട് ഗൈസ്. ഇതൊരു അർജൻറ്റായിട്ട് ഒരാൾക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഇതാണ് ഗൈസ് പേരാവൂർ ടൗണ്. അതേപോലെ ആ കാണുന്നതാണ് ക്രിസ്റ്റൽ മാള്. നമ്മുടെ പേരാവൂരിൻ്റെ സ്വന്തം മാളാണ് ആ ഉള്ളിൽ കാണുന്നത്. അതിൻ്റെ ഉള്ളിലുണ്ട് ഔറ തിയേറ്റർ ഉണ്ട്. അതേപോലെ ജിമ്മുണ്ട്, റൌഫ് ഖാൻ്റെ ജിമ്മിലെല്ലാം പോലെ ഞാൻ കുറച്ച് ദിവസമായി ഗൈസ്. ഇത് രാജധാനി റെസ്റ്റോറൻറ്റ്. അവിടെ നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ബാറുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു ടെറഫ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വിശദമായിട്ട് എൻ്റെ വ്ളോഗിലൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോസ് കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല് ഗൈസ്. ഓക്കെ, പിന്നെ വീഡിയോ കാണുമ്പോൾ മസ്റ്റായിട്ടും ഹൈ ക്വാളിറ്റി പിക്ചറിലിട്ട് തന്നെ കാണണം. കാരണം എന്നാലും നിങ്ങൾക്ക് എൻ്റെ ഈ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ക്വാളിറ്റിയിൽ കാണാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ബ്ലറൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നല്ല ക്ലൈമറ്റ് ആട്ടോ. കാരണം വെയിലും ഇല്ല മഴയും ഇല്ല. അതിൻ്റെ നടുവിലുള്ളൊരു ക്ലൈമറ്റാണ്. ഇപ്പം എങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇവിടെ ലോക്കാക്കിയിട്ടുള്ളത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. നല്ലൊരു ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം. ഇത് ആ കാണുന്നത് കേട്ടോ റെസ്റ്റോറൻ്റ് അല്ല, ടെറഫ് വരുന്നത് ഗൈസ്. രാജധാനി ഫാമിലി റെസ്റ്റോറൻറ്റ്, ഫുട്ബോൾ, ക്രിക്കറ്റ് ആൻഡ് ടെർഫ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. താഴെയിങ്ങനെ വണ്ടിയൊന്നുമില്ല. ഇങ്ങോട്ടേക്ക് എൻട്രൻസ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് കയറി വന്നതാണ്. നമുക്ക് വേഗം തന്നെ തിരിച്ചിറങ്ങാം. കാരണം ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ട് റോങ് എങ്ങാനും പറയുകയാണെങ്കിൽ കയ്യില്ല ബ്രോ. കാരണം വയ്യ എന്നെ കൊണ്ട് റോങ് ഒന്ന് പിടിക്കാൻ. എനിക്ക് പീസ് മൈൻഡായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെന്താണ്, ഇത് ഫെഡറൽ ബാങ്കിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. അവരെ ACI യൂണിറ്റെല്ലാം ഈ കാണുന്നത് ഗൈസ്. ബസ്സൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ ATM-ന് CDM-ൽ ആരും ഇറങ്ങിയിട്ടില്ല. ഇത് ഇറങ്ങി ഇനിയിപ്പം CDM കയറിയിട്ട് പൈസ ഇരട്ടെ ഗൈസ്. അപ്പോൾ ഞാനിനി പൈസ ഇട്ടിട്ട് ബാക്കി വീഡിയോ എടുക്കാം ഗൈസ്. CDM-ൽ പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ പാസ്വേഡ് കാണുമെന്ന് വെച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ നോക്കണ്ട ഗൈസ്. പാസ്വേഡൊക്കെ ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യണം ഗൈസ്. സീനായി. ഞാൻ ഈ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരു സ്നാപ്പ് എടുക്കണം എന്ന് വിചാരിച്ചാണ്. ബട്ട് അതിനി നടക്കും തോന്നുന്നില്ല. ക്യാഷ് കൗണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും ഈ ഒരു ATM മെഷീൻ്റെ ഉള്ളിൽ എത്ര രൂപ ഉണ്ടാവും എന്നുള്ളത് ഗൈസ്? ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട്. ഇനി ആർക്കും ഉണ്ടായ സീനാവും ഗൈസ്. എത്ര 2,000 രൂപ പോകുന്നില്ല ഗൈസ്. എല്ലാം ഡാമേജ് ആണ്. ഡാമേജ് മീൻസ് ചെറിയ മാർക്കിംഗ് എല്ലാം ഉള്ളത് കൊണ്ട് ഇത് എടുക്കുന്നില്ല. ഒന്നുകൂടി കൺഫേം അടിക്കാം. ആരോ ഒരു ഓട്ടോക്കാരൻ വരുന്നുണ്ട്. അതുകൊണ്ട് പെട്രോൾ പമ്പിൽ പെട്രോൾ ചലഞ്ചിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഞാനും മുന്നും ഗൈസ്. അതെ, മഴ ചതിച്ചു ഗൈസ്. കനത്തിൽ ചതിച്ചു. ആർക്കും ഭാഗ്യമില്ലാണ്ടായിപ്പോ. ഞാൻ ഏതെങ്കിലും ഒരാൾക്ക് പെട്രോൾ ചലഞ്ച് ഇൻസ്റ്റഗ്രാമിൽ കുറേ ദിവസമായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ നല്ലൊരു കണ്ടന്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കറക്റ്റ് ഇവിടെ എത്തുമ്പോഴേക്കും മഴ പെയ്തു ഗൈസ്. എനിക്കും കിട്ടാതെ പോയല്ലോ ഇന്നത്തെ ദിവസത്തെ ഭാഗ്യം. അങ്ങനെയൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം എനിക്കത് എടുത്തേ പറ്റുള്ളൂ. കാരണം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേങ്കിൽ മഴ ആയതിനു ശേഷം ഇവിടെ കുറേ വണ്ടി വന്ന് നിർത്തുന്നുണ്ട്.
ഇത് വയനാടേക്കുള്ള KSRTC ഒക്കെ പോകുന്നുണ്ട് ഗൈസ്. ഇന്നത്തെ ചലഞ്ചിൽ വിൻ ചെയ്ത് ഇവരാണ് ഗൈസ്. ഇവർക്കാണ് ഇന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി. എടാ ഇതില്ല, ഇത് യൂട്യൂബിലാ. ഹാപ്പി അല്ലേ ഗൈസ്? ഇവർക്ക് 337 റുപ്യേൻ്റെ പെട്രോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി നേരെ നമ്മൾ കാക്കങ്ങാട് വന്നിട്ടുള്ളത് ഗൈസ്. കാക്കങ്ങാട് ന്യൂ ലൈഫ് എന്ന് പറയുന്ന തട്ടുകടയാണ് ഗൈസ്. നല്ല ചൂട് പഴംപൊരി ഉണ്ട്, ചൂട് എണ്ണക്കടയുണ്ട്, പിന്നെ മുനവരുണ്ട് ഗൈസ്. ഇവിടെ ചൂട് എണ്ണക്കടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ഷോപ്പിന്റെ ഓണർ. അല്ല, നിങ്ങൾ ലൊക്കേഷൻ എവിടെയാന്ന് പറഞ്ഞേ? നല്ല കിടിലം ബീഫ് ഫ്രൈ ഉണ്ട് ഗൈസ്. ബീഫ് അല്ലേ ഇത്? ബീഫുണ്ട്, നല്ല ചൂട് ദോശയുണ്ട് ഗൈസ്. മസാല ദോശ വേറെ എന്തെല്ലാം? പൊറോട്ട, ബിരിയാണി, നെയ്ച്ചോറ്, ദോശ, പത്തിരി, ചപ്പാത്തി എല്ലാം ഉണ്ട്. നല്ല മൊഞ്ച സപ്ലയർ ഉണ്ട്. ഓ വേറെ എന്താ വേണ്ടേ? നല്ല ചൂട് ചായ ഉണ്ട്. ആ ചായ എല്ലാം അടിക്കുന്ന നോക്കിയേ, പ്രൊഫഷണൽ. ഒന്ന് വിടിയോ? വാവ്, ക്യാമറ വരെ കവറാകാത്ത അടിയോ ഗൈസ്. വാവ്, ചേട്ടൻ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 20 കൊല്ലത്തെയോ? അതിന് കാണാനുണ്ട്. അപ്പൊ ഗൈസ്, മുന്നേ ചായ കുടിച്ചിട്ട് ഹാപ്പി അല്ലേ ഗൈസ്? നൈസ് അല്ലേ? ഉണ്ടക്കായി നല്ല ചൂട് കടി. ഏതാ നിങ്ങളിപ്പോൾ ലൈവായിട്ട് കാണുന്നില്ലേ? നല്ല ചൂട് കടിയുണ്ട് ഗൈസ്. ലൊക്കേഷൻ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ കാക്കങ്ങാട് സന്തോഷ് വെഡിങ് സെന്റർ. അതായത് റെഡിമെയ്ഡ് ഷോപ്പാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ന്യൂ ലൈഫ്. ഇവിടുത്തെ ഫുഡിന്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ട് പറയാന്നുണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഫുഡാണ് ഗൈസ്. അതിവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാം അല്ലേ? അയ്യോ, നല്ല ബീഫുണ്ട്, നല്ല ചൂട് ദോശയുണ്ട്, പിന്നെ ഓംലേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്.